ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ഉണ്ണി മധുരമാണ് ഉണ്ടാക്കുന്നത്, ഓണം സ്പെഷ്യൽ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. आज हम बनाने जा रहे ഓണം സ്പെഷ്യൽ ഉണ്ണി മധുരം दिखाएंगे कैसे है. അതിനായിട്ട് ഞാൻ 5 ഏത്തക്ക എടുത്തിട്ടുണ്ട്. 5 കേല लिया है पक्का वाला, इसका छिलका निकाल देंगे. നമുക്ക് ഇതിന്റെ തൊലി എടുത്ത് കളയാം. എല്ലാത്തിന്റെയും തൊലി എടുക്കാം. सबका छिलका निकाल देंगे. നമുക്ക് ഓരോ ഏത്തക്കയും 3 ആയിട്ട് മുറിച്ചെടുക്കാം. केला 3 पीस करेंगे. सब केला എല്ലാ പഴവും എടുത്ത് 3 ആയിട്ട് മുറിച്ചെടുക്കും. നമ്മൾ ഏത്തക്ക എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. केला सब काट के रखा है, ये साइज में काटा है. ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ रखा है, अच्छे से गरम हो गया. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ घी डाल. കുറച്ച് പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്. थोड़ा काजू लिया है वो डाल देंगे. ഫ്രൈ करना, നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. കാജു थोड़ा फ्राई हो गया, किशमिश भी डाल दें. കിസ്മിസും ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് വറുത്തെടുക്കാം. एक ही साथ फ्राई करें. काजू किशमिश फ्राई ആയിട്ടുണ്ട്. काजू किशमिश फ्राई हो गया, നമുക്ക് എടുക്കാം. ബാക്കിയുള്ള നെയ്ക്കകത്തോട്ട് ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ബാക്കി था वो घी में एक केला डाल दें. थोड़ा फ्राई करना है. കുറച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഒരുവിധം. केला थोड़ा फ्राई हो गया, अभी डाल दे कोकोनट मिल्क, सेकंड वाला कोकोनट मिल्क ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. अच्छे से मिक्स करके बंद करके फुल फ्लेम में डाल के अच्छे से बॉईल होना चाहिए. നല്ലതായിട്ട് ഇത് വേവിച്ചെടുക്കാം. രണ്ടാം പാൽ മുഴുവനും പറ്റി കഴിഞ്ഞു. കോക്കനട്ട് മിൽക്ക് പൂര अच्छे से सूख गया. देखिए നല്ലതായിട്ട് പറ്റി കഴിഞ്ഞു. 1 കിലോ ഏത്തപ്പഴത്തിന് 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. आधा किलो गुड़ लिया है, तो उसमें डाल दें. 1 किलो केला के लिए आधा किलो गुड़, आधा कप पानी डाल के बनाया गुड़ पानी है. 1/2 കപ്പ് വെള്ളം ഒഴിച്ചുണ്ടാക്കിയ ശർക്കര പാനിയാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ട് പറ്റിച്ചെടുക്കും. इसमें डाल के अच्छे से सुखाना है. अच्छे से गुड़ पानी सूखना है. നമ്മുടെ ഏത്തപ്പഴം ആയിക്കൊണ്ടിരിക്കുകയാണ്. केला और है. अभी इसके लिए मसाला पाउडर करना है. इलायची और सौंठ पाउडर करना है. ഏലക്കായും ചുക്കും കൂടെ നമുക്ക് പഞ്ചസാരക്കകത്തിട്ട് പൗഡർ ചെയ്തെടുക്കാം. ഉപ്പും ഏലക്കായും പൊടിച്ചതാണ്. सौंठ और इलायची पाउडर अभी डालेंगे. देखिए अच्छे से मोटा हो गया. നല്ലതായിട്ട് തിക്കായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ പൗഡർ ഇട്ട് കൊടുക്കാം. डाल के थोड़ा सा गर्म हो गया, गैस ऑफ करना है. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഉണ്ണി മധുരം ഞാൻ സർവിംഗ് ഡിഷിനകത്ത് മാറ്റിയിട്ടുണ്ട്. സർവിംഗ് ഡിഷ് में डाला है. अभी काजू किशमिश डाल के गार्निश करना है. നമുക്ക് പറങ്ങാണ്ടി മുന്തിരിങ്ങ ആയിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണി മധുരം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പേര് പോലെ തന്നെ നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഓണത്തിൻ്റെ സദ്യയുടെ സ്പെഷ്യലാണ്. കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 എണ്ണം എടുത്തിട്ട് 2 पीस लेना है. ऐसे करके इसका ग्रेवी भी थोड़ा डाल दीजिएगा. ഇതിൻ്റെ ശർക്കര പാനിയും കൂടെ കുറച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കഴിച്ചാൽ ഒത്തിരി ടേസ്റ്റാണ്. സാധാരണ സദ്യക്ക് പപ്പടവും കൂട്ടി ഇങ്ങനെ
ഇതിന്റെ കൂടെ ചേർത്താണ് ഇങ്ങനെയാണ് കഴിക്കുന്നത്. ऐसे ही खाता है सद्या में, इसका साथ पापड़ भी डाल के खाता है. बहुत बढ़िया टेस्ट आ जाएगा, सब लोग पसंद भी करेगा. सब लोग थोड़ा ट्राई करके देखिएगा. एक ओणम स्पेशल, सद्या स्पेशल सब है. बहुत बढ़िया टेस्ट है. इसका नाम का जैसे ही इसका टेस्ट भी इतना अच्छा है. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.